السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. സഹൃദയരെ, നിങ്ങൾക്ക് മുമ്പിൽ ആഗതരായത് ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കാൻ വേണ്ടിയാണ്. കൽപ്പുള്ളവരെ കരയിപ്പിക്കുന്ന കണ്ണീരിൽ ചാലിച്ച കഥനകഥ. ഞങ്ങളുടെ കഥയുടെ പേര് അതെ, ഗസാമനുമ്പിലെ മാലാക. പാടിടാം പാടിടാം നാദനെ വാഴ്ത്തിടാം, തേടിടാം തേടിടാം കരുണയെ തേടിടാം. പാടിടാം പാടിടാം നാദനെ വാഴ്ത്തിടാം, തേടിടാം തേടിടാം കരുണയെ തേടിടാം. മാലാകയാം റസാനത്തൻ കിസ്സയായി പാടിടാം പാടിടാം നാദനെ വാഴ്ത്തിടാം, തേടിടാം തേടിടാം കരുണയെ തേടിടാം. പാടിടാം പാടിടാം നാദനെ വാഴ്ത്തിടാം, തേടിടാം തേടിടാം കരുണയെ തേടിടാം. വിശാലമായി പരന്നു കിടക്കുന്ന ഗസയിലെ ഗ്യാൻക്യൂനസ് പട്ടണം. പട്ടണമാകെ ശബ്ദമുഖരിതമാണ്. അതിന്റെ തെക്കുവശത്ത് കൂടി നോക്കിയാൽ കാണുന്ന ആ ചെറുവീട്ടിൽ എന്തോ ഒരു ആഘോഷത്തിന്റെ പ്രതീതിയിലാണ്. എന്താണല്ലേ അനുഗ്രഹമായി നാടിനും വീടിനും മോഹനയായൊരു കൺമണിയായി അവളിത ലോകം ആഗതമാകുന്നേ. തെക്കുബീരതാലേ ജഗതിലെയൊരു മരതകമാകുന്നേ. അവളിത ലോകം ആഗതമാകുന്നേ. തെക്കുബീരതാലേ ജഗതിലെയൊരു മരതകമാകുന്നേ. അതെ, അത് മറ്റൊന്നുമല്ല. ആ വീട്ടിലെ ഗ്രഹനാഥൻ ഒരു ഓമന കൺമണി ജനിച്ചിരിക്കുന്നു. സുന്ദരി സുമുഖയുമാണ്. പിതാവിന്റെ അതേ മുഖശ്രീ. കുട്ടിയെ സ്നേഹത്തോടെ ഉപ്പ റസാന എന്ന് പേരിട്ടു. റസാന തന്റെ ചെറുപ്രായത്തിൽ തന്നെ ധൈര്യം കൊണ്ടും പ്രതികാരശേഷി കൊണ്ടും മറ്റുള്ള കുട്ടികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. പക്ഷേ ഫലസ്തീനിൽ പിറന്നു വീണ പൈതങ്ങൾക്കും ഉണ്ടാകുന്നത് പോലെ റസാനയുടെ മുഖത്തും പകയും വിദ്വേഷവും ഒഴിച്ചു പൊന്തി. എങ്ങനെയില്ലാതിരിക്കും? അവർ നിത്യവും കാണുന്നതും കേൾക്കുന്നതും ബോംബുകളും മിസൈലും കൂറ്റൻ ടാങ്കറുകളുമല്ലേ. ഇസ്രായേൽ കാബാലികരുടെ ക്രൂരതയ്ക്ക് ഇരയായി മരിക്കുന്ന നിരപരാധികൾ അവളുടെ നിത്യ കാഴ്ചയായിരുന്നു. കുട്ടികൾ ഇഷ്ടപ്പെടുന്ന പിതാക്കളെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ യതീമായി ജീവിക്കാൻ അവൾക്ക് ഒരിക്കലും സാധിക്കില്ല. അവൾ തിളച്ചു പൊന്നുന്ന തീയുടെ അഗ്നിയിലേക്ക് എണ്ണയച്ചു പ്രതിജ്ഞയെടുത്തു. അക്രമമെതിരെ പോരാടണം, അക്രമമരുതായി വർദ്ധിക്കണം. ഹംദത് പാടിയവളണവായി ഹക്കത് വാഴ്ചയിലെത്തിടുവാൻ. അക്രമമെതിരെ പോരാടണം, അക്രമമരുതായി വർദ്ധിക്കണം. ഹംദത് പാടിയവളണവായി ഹക്കത് വാഴ്ചയിലെത്തിടുവാൻ. അഹദവനിൽ അർപ്പണമായി അവളണവായി ക്യാമ്പസിലായി അദൂരമായി സേവനമായി ചെയ്തണയാൽ ഉമ്മത്തിനായി. റസാന പലതവണ ആലോചിച്ചു. പഠനം നിർത്തിവെച്ച് പ്രതികാരത്തിന്റെ വഴി ഉചിതമല്ലെന്ന് അവൾ തന്നെ തിരിച്ചറിഞ്ഞു. പഠനശേഷം ഗസാമനുമ്പിലെ യോദ്ധാക്കൾക്ക് തണലുമായി നിൽക്കണം. അവൾ തന്റെ ലക്ഷ്യസാഫല്യത്തിനായി പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തി. അവൾ പ്രാഥമിക പഠനശേഷം ഗ്യാൻക്യൂനസിൽ ഒരു ഹോസ്പിറ്റലിൽ 2 വർഷം ജോലി ചെയ്തു. അതിനിടയിൽ വീട്ടിലൊരംഗമായ റസാനയെ കുറിച്ച് ഉമ്മ 1000 സ്വപ്നങ്ങൾ നെയ്തെടുത്തു. ആ സ്വപ്നങ്ങളെല്ലാം തകിടം മറിച്ചുകൊണ്ട് റസാന ആവർത്തി ഉമ്മയോട് പറഞ്ഞു. എന്താണത്? ചൂതരെ തുരത്തിടാൻ, അരാജകത്വമെതിരിടാൻ പടയായി ഞാൻ മുതിരുന്നു പടയതിലേക്ക്. ജീവിതം ത്യജിച്ചിടാൻ, ജീവിതം പകുത്തിടാൻ, പല ജന്മം പുതുമയാക്കിടാൻ. കർമ്മനിരയിലാവണം, അതിക്രമം തടുക്കണം. കർമ്മനിരയിലാവണം, അതിക്രമം തടുക്കണം. ഇനി എന്റെ ജീവിതം പ്രവർത്തന സജ്ജം, ഇനി എന്റെ ജീവിതം പ്രവർത്തന സജ്ജം. ഉമ്മ, ഈ കൊടും ക്രൂരത നാം എത്ര നാൾ സഹിക്കണം?
ഇസ്രായേലുമായുള്ള യുദ്ധം പരിശുദ്ധമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു സഹായികൽപ്പത്തിന് പകരം ഒരു സമാധാന സഹായിയായി ഈ പൊന്നുമോൾ യുദ്ധത്തിലേക്ക് ഇറങ്ങട്ടെ. എന്ത് ഇത്ര ചെറുപ്പത്തിൽ തന്നെ എന്നുമോൾ യുദ്ധത്തിലേക്ക് പോവുകയോ? അവമയുടെ ഹൃദയം വന്ന് പിടിച്ചു. 2014 ഒരു മാർച്ചിലെ ഒരു കറുത്ത രാത്രി ഇസ്രായേലിന്റെ കടന്നാക്രമണം ആ കുടുംബത്തെ വല്ലാതെ തളർത്തി കളഞ്ഞു. ആ നരനായിട്ട് റസാനയുടെ അയൽവാസികൾക്ക് തീർത്താൽ തീരാത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഇസ്രായേൽ കാബാലികൾ പരക്കം അയച്ചുവിട്ടിരിക്കുന്നു. തന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒട്ടനവധി ഇസ്രായേലർക്ക് മുമ്പിൽ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. ഈ സമയത്ത് ആരോ ഒരാൾ തന്റെ പിതാവിന്റെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു കൊടുത്തു. എന്താണത്? പ്രിയ മകളെ, നമ്മുടെ ജീവിത സമ്പാദ്യം അത് പൊടി പൊടിയാക്കി. പ്രിയ മകളെ, നീ കേൾക്ക്, പകയതിരായുൾ ചേർക്ക് പതിയവരിൽ നീ നാടും തകിടമിലാക്കി. നമ്മുടെ ജീവിത സമ്പാദ്യം അത് പൊടി പൊടിയാക്കി. അതെ, ഇസ്രായേൽ ആക്രമണത്തിൽ തന്റെ പിതാവിന്റെ കടു തകർന്നിരിക്കുന്നു. വാർത്തയറിഞ്ഞ ആ പൊന്നുമോൾക്ക് സഹിക്കാനായില്ല. ഇത് തന്നെ പറ്റിയ അവസരം. കുടുംബത്തിൽ 6ാമനായി പിറന്ന ആ പൊന്നുമോൾ യുദ്ധത്തിലേക്ക് പോകുന്നത് കണ്ട് മാതാപിതാക്കൾ ആവശ്യത്തോടെ നോക്കി നിന്നു. തന്റെ മകളുടെ ആത്മധൈര്യത്തിലും ആത്മവിശ്വാസത്തിലും ആ മാതാപിതാക്കൾ അഭിമാനം കൊണ്ടു. ഉമ്മയുടെ സമ്മതത്തോടെ 1000 പ്രതികാരദാഹവുമായി റസാന പോർക്കളത്തിലേക്ക് പുറപ്പെട്ടു. പ്രതികാരമായി പടവെട്ടിടം ഫലസ്തീനി മണ്ണിതിൽ അധികാരരെ അതിക്രൂരരെ വിരട്ടിയാട്ടിടാൻ തിരിയാവണം, തുണയാവണം, അനിവാര്യ സേവനം. അവർ ചൂതരിൽ നിന്നേറ്റവും കരടായി മാറണം. ഇസ്രായേലിന്റെ വെടിയേറ്റിടക്കുന്നവർക്ക് മുമ്പിൽ മാലാഖയെ പോലെ സഹായിയായി റസാന പറന്നിറങ്ങി. റസാനയുടെ ഇടപെടലുകൾ പാവപ്പെട്ട നിരായുധരായ യോദ്ധാക്കൾക്ക് ഊർജ്ജം പകർന്നു നൽകി. നാടും വീടും കൊള്ളിയടിക്കാൻ വന്നവരെ എവിടെ നിന്നും കെട്ടിക്കട്ടികളും യുദ്ധത്തിൽ നിന്നും പിന്മാറാനുള്ള ഒട്ടനവധി മുന്നറിയിപ്പുകളും തിരിച്ചടികളും ആ ധീര വനിത എത്രയോ സഹിക്കേണ്ടി വന്നു. ഇല്ല ഇല്ല, ഒരിക്കലുമില്ല. മുമ്പോട്ട് വെച്ച കാൽ പിന്നോട്ട് വലിക്കാൻ ആ ധീര വനിത ഒരിക്കലും തയ്യാറായില്ല. ഈ സമയത്ത് അവളുടെ ഉമ്മ ആ രഹസ്യം അവളോട് പറഞ്ഞു. എന്താണത്? മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ കഴിയാത്ത വിധമുള്ള രാവ്, നല്ല അമോദം പിരിയുന്ന പരക്കുന്ന ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ കഴിയാത്ത വിധമുള്ള രാവ്, നല്ല അമോദം പിരിയുന്ന ആനന്ദത്താൽ പരക്കുന്ന റസാനമോളുടെ നിക്കാഹ്. 21ന്റെ ചുറുചുറുക്കും മുട്ടി നിൽക്കുന്ന തന്നെ ഉമ്മ കണ്ടെത്തി. റമദാൻ കഴിഞ്ഞാൽ തന്റെ കല്യാണത്തിനുള്ള തീരുമാനങ്ങൾ 6 ദിവസങ്ങളിൽ മാറി വരുന്നു. ആഘോഷങ്ങൾ പൊടിപൊടിയാവുകയാണ്. വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാവാനിരിക്കെ ആ വാർത്ത നാട്ടിൽ പരന്നു. The Great March of Britain എന്ന പുതിയൊരു യുദ്ധവുമായി ഇസ്രായേൽ പുറപ്പെട്ടിരിക്കുന്നു. ഫലസ്തീനികൾ വെടിയേറ്റ് വീഴുമ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുകയോ? ഇല്ല, ഒരിക്കലുമില്ല. തന്റെ തീരുമാനത്തിൽ നിന്ന് പിൻവലിക്കാൻ ശ്രമിച്ച ആ മാതാപിതാക്കൾ ധീരവനിതയുടെ ധീരതയ്ക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനായില്ല. ഇസ്രായേൽ പിഞ്ചു പൈറ്റങ്ങളെ കൊണ്ടൊടുക്കുകയാണ്. ഈ സമയത്ത് ഞാൻ എങ്ങനെയാണ് ഇവിടെ ഇരിക്കുക? മെഡിക്കൽ ബോക്സ് കയ്യിലെടുത്ത് യുദ്ധത്തിലേക്ക് ചേക്കേറി. സകലമിനതിൽ നിന്നും അതിക്രമമയച്ചിട്ട് സത്യമെന്നും കൊള്ളത്തിടൽ യുദ്ധമുഖം വെളിവാകും സത്യപടയണയ്ക്കുന്നു അനുഗ്രഹമായി. സത്യമെന്നും വളർത്തിടൽ യുദ്ധമുഖം വെളിവാകും സത്യപടയണയ്ക്കുന്നു അനുഗ്രഹമായി. കുതിച്ചവളും പറന്നേ അതിക്രൂരാകിതാനിൽ, കുതിച്ചവളും പറന്നേ അതിക്രൂരാകിതാനിൽ. അവർ സമർപ്പിക്കണേ വെളിവായേ അവളണവായേ നടിപ്പുകളാലേ. അവർ സമർപ്പിക്കണേ വെളിവായേ അവളണവായേ നടിപ്പുകളാലേ. വെടിയുണ്ടകൾക്ക് മുമ്പിൽ പതറാത്ത ചൊറുത്തുനിൽപ്പ്. എങ്ങും മാർപ്പേലികൾ, അട്ടഹാസങ്ങൾ, ചിന്നിച്ചിതറിയ കൈകാലുകൾ, പാതിമുറിഞ്ഞ ശരീരങ്ങളും എങ്ങും കൂട്ടുനിലവിളികൾ. അതിനിടയിലൂടെ പതറാത്ത ശബ്ദവുമായി റസാന കുതിച്ചു കൊണ്ടിരിക്കേ. ആരംഭപൂവാം നിലാവേ അവൾ ആരിലും മാലാകയായി.
ആരംഭ പൂവാം നിലാവേ അവൾ ആരിലും മാലാഖയായേ ക്രൂരമ്പുകൾക്കുമേൽ പതിച്ചേ എന്നും മൗനിയായ അവളും കിടന്നേ അയൽക്കുള്ളിലാവേശമാലേ അവൾ ഉടയോനിലേക്ക് പോയേ. അതാ അവിടെ ഒരു ഫലസ്തീൻ യോദ്ധാവ് മുറിവേറ്റ് കിടക്കുന്നത് അവളുടെ ദൃശ്യയിൽപ്പെട്ടു. രക്ഷിക്കണേ മോളെ, എന്നെ രക്ഷിക്കണേ, അയാൾ അലറുന്നുണ്ടായിരുന്നു. റസാനയുടെ മുന്നിൽ പെട്ടെന്നൊരു ഇസ്രായേൽ യോദ്ധാവ് ചാടി വീണു. അവൾ 2 കൈകളും മുകളിലേക്ക് ഉയർത്തി അവന് കീഴടങ്ങി. ഞാൻ നിരപരാധിയാണ്. അവൾ ഒരുപാട് അലറിക്കരഞ്ഞു. ഇല്ല, നിനക്ക് മാപ്പില്ല, നീ വെള്ളക്കോട്ടയിൽ നിന്നാണ്. സകലം നാടിന് വേണ്ടിയവൾ തണലായില്ലേ എന്നും ജീവോളം തന്റെ ബലാതിരഹുപ്പതിയായില്ലേ. ജീവിത സകലം നാടിന് വേണ്ടിയവൾ തണലായില്ലേ എന്നും ജീവോളം തന്റെ ബലാതിരഹുപ്പതിയായില്ലേ. ആതുര സേവനമാല ജനതക്കാരവമായില്ലേ. ഇന്ന് അഹദോടെ വിളിയത് കേട്ട് അവരിലടങ്ങില്ലേ. മർഹബ 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 യാ ബിന്തി ലകിൻ ഫിൽ ജന്ന ബിഇذനില്ലാഹി നദഉ സാലിക. മർഹബ 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 യാ ബിന്തി ലകിൻ ഫിൽ ജന്ന ബിഇذനില്ലാഹി നദഉ സാലിക. പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കഥാപ്രസംഗം ഉപസംഹരിക്കുന്നു. വാഹദാവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.